UDF ക്യാമ്പും കൊട്ടിക്കലാശം വലിയ ആഘോഷമാക്കി മാറ്റി. വലിയ ആവേശത്തിലായിരുന്നു UDFന്റെ പ്രവർത്തകരുമുള്ളത്. സംസ്ഥാന നേതാക്കളെ അടക്കം കളത്തിലിറക്കിക്കൊണ്ട്, ഒട്ടുമിക്ക എല്ലാ നേതാക്കളെയും കളത്തിലിറക്കിക്കൊണ്ട് കൊട്ടിക്കലാശം അതിൻ്റെ പീക്കിലേക്ക് പോകുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. ഇനി UDF ക്യാമ്പ് എത്രത്തോളം പ്രതീക്ഷയും ആത്മവിശ്വാസവും ഈ ഘട്ടത്തിൽ വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് തയ്യാറാണ്. വിപിൻ, ഒരുപാട് വിവാദങ്ങളൊക്കെ അതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ ചൂടുപിടിപ്പിച്ചു. UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമടക്കം രാഷ്ട്രീയ ആയുധമാക്കി CPIM ഇടതുമുന്നണി ഉയർത്തുന്നത് നമ്മൾ കണ്ടു. എങ്കിലും വിജയം നേടാൻ കഴിയും, നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയം നേടാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം UDF ക്യാമ്പിൽ നിന്ന് എത്രത്തോളം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും, വലിയ രാഷ്ട്രീയ പോരാട്ടമായിരിക്കുമെന്ന UDF നേതാക്കളുടെ പ്രഖ്യാപനം നമുക്ക് മുമ്പിലുണ്ട്. ഇതിനിടയിൽ UDF ക്യാമ്പ് എത്രത്തോളം പ്രതീക്ഷയിലാണ് വിപിൻ സി വിജയൻ? പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. UDF ക്യാമ്പ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം ഒറ്റക്കെട്ടായി തന്നെ ഈ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ആത്മവിശ്വാസമാണ്. ഒപ്പം തന്നെ നൂറുകണക്കിന് പ്രവർത്തകർ, ആയിരങ്ങൾ എന്ന് തന്നെ പറയാവുന്ന അത്രയും പ്രവർത്തകരും എത്തിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഒരു ഉണർവ് UDF ക്യാമ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി നമ്മൾ കണക്കുകൾ പരിശോധിക്കണം. വോട്ട് ചോരുന്ന വഴിയും ഒപ്പം തന്നെ വോട്ട് നേടാവുന്ന വഴികളും പരിശോധിക്കണം. UDFനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു പ്ലസ് പോയിന്റുകളായിട്ട് UDF ക്യാമ്പ് കരുതുന്നത് ഇവിടെ 7 പഞ്ചായത്തുകളും ഒപ്പം തന്നെ ഒരു നഗരസഭയുമാണ് ഉള്ളത്. അതിൽ തന്നെ വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ, കരുളായി ഇത്രയും UDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. അതിൽ തന്നെ അപ്പോൾ 8 എണ്ണത്തിൽ 5 എണ്ണവും ഭരിക്കുന്നത് UDF ആണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 65,000-ന് മുകളിൽ എന്ന റെക്കോർഡ് ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് നേടിക്കൊടുത്തിട്ടുള്ള ഈ നിലമ്പൂർ മണ്ഡലം, അത് 6 മാസമേ ആയിട്ടുള്ളൂ അത്തരമൊരു ഇലക്ഷൻ കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ആ പാർട്ടി സംവിധാനങ്ങളെല്ലാം തന്നെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ ചലിച്ചു എന്നുള്ളത് കൂടിയാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധമായിട്ടുള്ള വികാരം ഉണ്ട് എന്നുള്ളത് കൂടി അവരുടെ ഒരു വിലയിരുത്തലായിട്ടുണ്ട്. ഒപ്പം തന്നെ നെഗറ്റീവായി പറയുകയാണെങ്കിൽ PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ, അത് ഈ മലയോര മേഖലയിൽ നിന്നൊക്കെ പിടിക്കുന്ന വോട്ടുകൾ, അത് UDFനെ ബാധിക്കുമെന്നുള്ള ഒരു കണക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒപ്പം മറ്റൊന്നുള്ളത് UDFനകത്ത് തന്നെ, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് തന്നെയുള്ള പ്രശ്നങ്ങൾ, അത് ഇപ്പോൾ PV പ്രകാശുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരെ അനുകൂലിക്കുന്നവർക്ക് ആര്യട ഷൗക്കത്തിന്റെ വോട്ട് കിട്ടുമോ, ഇത് ആര്യട ഷൗക്കത്തിന്റെ തന്നെ ഇതിന് മുൻപുള്ള ചില ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറും, വിജയം കൈവരിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം UDF ക്യാമ്പും വെച്ച് പുലർത്തുന്നുണ്ട്.